കെ.ടി. ജലീൽ പി.കെ. ഫിറോസ് പോര് മുറുകുന്നു. മലയാള സർവകലാശാല ഭൂമി ഇടപാടിൽ ജലീൽ നേരിട്ട് ഇടപെട്ടുവെന്ന ആരോപണവുമായി പി.കെ. ഫിറോസ് രംഗത്ത് വന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ ഉടൻ പുറത്തുവിടുമെന്ന് ഫിറോസ് പറഞ്ഞു. മന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ അഴിമതി കഥകൾ പുറത്തുവരുമെന്ന ഭയമാണ് ജലീലിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ഉന്നയിക്കുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമെന്നുമാണ് ഫിറോസിന്റെ വിശദീകരണം. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും, മനോനില തെറ്റിയതുപോലെ പെരുമാറും. അതേസമയം പി.കെ. ഫിറോസിന് മറുപടിയുമായി കെ.ടി. ജലീൽ രംഗത്ത് വന്നു. ഒരുപാട് രാജ്യങ്ങളിൽ ജോബ് വിസയുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ഫിറോസ് കുമ്പിടി മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണെന്നുമായിരുന്നു ജലീലിന്റെ പ്രതികരണം. പ്രധാന ആരോപണങ്ങൾ ഫിറോസ് അംഗീകരിച്ചെന്നും യൂത്ത് ലീഗിന്റെ മറ്റ് നേതാക്കൾക്കും ജോബ് വിസയുണ്ടോ എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണമെന്നും കെ.ടി. ജലീൽ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എതിരായിട്ടാണ് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല. എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ്. കുമ്പിടി എന്ന് പറഞ്ഞാൽ പോരാ, അത് കുറച്ച് താഴ്ന്നു പോകും. പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി.കെ. ഫിറോസ്. വിശദാംശങ്ങളുമായി എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ പി.കെ. ഫിറോസിന്റെ സഹോദരനെ ലഹരി കേസിൽ പിടികൂടിയതിന് പിന്നാലെയാണ് മലപ്പുറത്തെ അതായത് പി.കെ. ഫിറോസും അതായത് കെ.ടി. ജലീലും അതായത് CPM നേതാക്കളും തമ്മിലുള്ളൊരു പരസ്യ ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്. അത് ഒടുവിൽ പി.കെ. ഫിറോസിന്റെ ബിസിനസ് ഇടപാടുകളിലേക്ക് വരും കാര്യങ്ങളെത്തി. സമൂഹ മാധ്യമങ്ങളിൽ പി.കെ. ഫിറോസിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും ഓരോ ദിവസങ്ങളിലും കെ.ടി. ജലീലും അതോടൊപ്പം CPMന്റെ സൈബർ സംഘങ്ങളും ഓരോ ദിവസങ്ങളും പുറത്തുവിടുന്നുണ്ട്. അതിനിടെയാണ് ജലീലിനെതിരെ കടന്നാക്രമണം നടത്തി പി.കെ. ഫിറോസും ഒരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ ഫിറോസ് ജലീൽ പോരിന്റെ പിന്നിൽ? ടോമോ, നമുക്കറിയാം പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിനെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് കെ.ടി. ജലീൽ ആദ്യം വെടിപൊടിച്ച് രംഗത്തെത്തിയത്. ഈ മയക്കുമരുന്ന് ലോബിയുമായി തന്റെ സഹോദരന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ മയക്കുമരുന്നിനെതിരെ പ്രചാരണമൊക്കെ നടത്തുന്ന യൂത്ത് ലീഗിന്റെ നേതാവായ പി.കെ. ഫിറോസ് എന്തുകൊണ്ട് പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചില്ല എന്നും ഈ അവിഹിതമായ രീതിയിലുള്ള ധനസമ്പാദനം പി.കെ. ഫിറോസ് നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വിശാലമായ ഒരു വലിയ പാതയുടെ വശത്തുള്ള ഒരു വീടും കോടികൾ മുടക്കി നിർമ്മിച്ച വീട് നിർമ്മിച്ചു. ഒപ്പം വലിയ ആഡംബര ശൈലിയിൽ ജീവിക്കുന്നു. ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ പണമിറക്കിയിരിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ആദ്യഘട്ടത്തിൽ കെ.ടി. ജലീൽ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് പിന്നീട് ഈ കെ.ടി. ജലീലിന്റെ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് പോയി അവിടെ നിന്നും ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്ത് ഒരു പ്രചാരണ രീതിയിലേക്ക് മാറിയത്. അത് പാലക്കാട്ടെ എമ്മി ഫ്രൈഡേ ഒരു ഫ്രാഞ്ചൈസിയിലാണ് ആദ്യം പോയി ചിത്രമെടുത്ത് പിന്നീട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ സ്ഥിതി ചെയ്യുന്ന ഇതേ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിൽ പോയി ചിത്രമെടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനൊരു വ്യവസായ സംരംഭകനാണ് പി.കെ. ഫിറോസ് എന്ന് വരുത്താനാണ് ആദ്യം ശ്രമിച്ചത്. ഇതിനുശേഷമാണ് ഗൾഫിൽ ഒരു സ്ഥാപനത്തിലെ
മാനേജറായി ജോലി ചെയ്യുന്നു. കേവലം 3 ജീവനക്കാർ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 5 ലക്ഷം രൂപയാണ് ഓരോ മാസവും ശമ്പളം എന്ന ഇനത്തിൽ PK ഫിറോസ് കൈപ്പറ്റുന്നത്. അതൊരു റിവേഴ്സ് ഹവാല ഇടപാടാണ്. അതായത് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പണം തട്ടിപ്പിലൂടെ ഈ യൂത്ത് ലീഗിന്റെയും മറ്റും ഫണ്ട് വഴി വകതിരിക്കുന്ന പണം ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിൽ നിന്നും ശമ്പളം എന്ന രീതിയിൽ ഈ പണം കേരളത്തിലേക്ക് വരുന്നു എന്നിങ്ങനെയുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. വിദേശത്ത് ജോബ് വിസ, ജോബ് കാർഡ് അടക്കം ഉണ്ട് PK ഫിറോസിന് എന്ന കാര്യവും പങ്കുവെക്കുന്നു. ഇത്തരത്തിലാണ് പലതരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഈ ബ്ലൂഫിൻ ട്രാവൽസ് എന്ന ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്. ഒപ്പം ഒരു വില്ല പ്രോജക്റ്റിന്റെ പ്രധാന സംരംഭകനാണ്. ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ PK ഫിറോസിനുണ്ട് എന്ന ആരോപണമായി മുന്നോട്ടാണ് KT ജലീൽ വന്നത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ ഇതിന് പ്രതികരണങ്ങളൊന്നും നൽകാതെ ഇരുന്ന PK ഫിറോസ് ഇന്ന് വിശദമായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. താനൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ വ്യവസായ സംരംഭകനാണ് എന്ന കാര്യം താൻ അംഗീകരിക്കുന്നു. അത് ഒരു തെറ്റായ കാര്യമല്ല. നിയമവിരുദ്ധമായ ഒരു തരത്തിലുമുള്ള ഇടപാടുകൾ താൻ നടത്തിയിട്ടില്ല എന്ന് PK ഫിറോസ് പറയുന്നു. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്നത് അഭിമാനകരമായ കാര്യമാണ് എന്നും അദ്ദേഹം പറയുന്നു. താൻ ഈ KT ജലീൽ സന്ദർശിച്ച 2 സ്ഥാപനങ്ങളിലും തനിക്ക് പങ്കാളിത്തമുണ്ട്. തന്റെ ബിസിനസ് പങ്കാളികളെ വരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് KT ജലീൽ നീങ്ങുന്നു എന്നും പറഞ്ഞു. പക്ഷേ ഈ ഗൾഫിലെ വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ചിത്രം ഇന്നും നൽകാൻ PK ഫിറോസിന് കഴിഞ്ഞില്ല. 5 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമ്പോൾ എത്രയാണ് ശമ്പളം എന്നത് തൻ്റെ സ്വകാര്യതയിൽ വരുന്ന കാര്യങ്ങളാണ്. ഒപ്പം ഈ കമ്പനിയിൽ 3 ജീവനക്കാരാണ് ആകെയുള്ളത്, ഫിറോസ് അടക്കം. എന്താണ് ആ ഉൽപ്പന്നം, അല്ലെങ്കിൽ എവിടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, ആരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നീ ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം കാര്യമായി ഒരു പ്രതികരണം നടത്തിയില്ല. കാരണം ഈ സ്ഥാപന ഉടമയുടെ പേര് പറഞ്ഞാൽ ആ സ്ഥാപന ഉടമയെ ഒരുപക്ഷെ KT ജലീൽ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് താൻ അക്കാര്യം പറയാത്തത് എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പമാണ് മറ്റു ചില ആരോപണങ്ങൾ കൂടി KT ജലീലിനെതിരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ മലയാളം സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കോടികളുടെ ഒരു അഴിമതി കാട്ടിയിരുന്നു. ഈ അഴിമതി സംബന്ധിച്ച തെളിവുകൾ തന്റെ പക്കലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തെളിവുകൾ താൻ വൈകാതെ പുറത്തുവിടും എന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ തന്റെ വിശ്വാസ്യത തകർക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ KT ജലീലിനോട് ഉള്ള വിരോധം നിമിത്തം പറയുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെയാണ് ഈ തനിക്കെതിരെ കടന്നാക്രമിക്കാനുള്ള ഒരു നീക്കവുമായി KT ജലീൽ രംഗത്ത് വരുന്നത്. നേരത്തെയും ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട താൻ നൽകിയ പരാതിയിൽ, അല്ലെങ്കിൽ താൻ പുറത്തുവിട്ട തെളിവുകളിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ എത്തിയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് തനിക്കെതിരായ അധിക്ഷേപങ്ങൾ, തനിക്കെതിരായ ആരോപണങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇരുവരും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. കാരണം ഈ PK ഫിറോസിന്റെ വിശദീകരണത്തിന് പിന്നാലെ വീണ്ടും കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് KT ജലീൽ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. കാരണം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പ്രൊഫഷൻ എന്ന് രേഖപ്പെടുത്തിയിരുന്നത് അഭിഭാഷകൻ എന്നായിരുന്നു. അങ്ങനെ അഭിഭാഷക വൃത്തി എന്ന് രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരാൾ എങ്ങനെ വ്യവസായം നടത്തി പണം സമ്പാദിക്കാൻ പറ്റും? ഒപ്പം ഈ 47 ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട് എന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഫിറോസ് കാണിച്ചിരുന്നത്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത്രയധികം പണം മുടക്കിയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത്? MAയുടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ പോലും 35 ലക്ഷം രൂപ ചെലവ് വരും. ഇത്തരത്തിൽ 2 ഫ്രാഞ്ചൈസികൾ എടുക്കുമ്പോൾ 70 ലക്ഷം രൂപ അതിന് മാത്രം ചെലവഴിക്കേണ്ടി വരുന്നു. ഒപ്പം ഈ ഗൾഫിലെ വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും പുറത്തു വരുന്നില്ല. അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ്സ് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു കടലാസ് സ്ഥാപനമാണ്, ഈ റിവേഴ്സ് ഹവാലയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇന്നും KT ജലീൽ പറയുന്നത്. ഒപ്പം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ചില ജഡ്ജിമാരും ലീഗിന്റെ നേതാക്കളും തമ്മിൽ നടത്തിയ ഒരു കൂട്ട് കച്ചവടത്തിന്റെ ഭാഗമായി ഉയർന്നതാണ്. മറിച്ചാണ് വസ്തുതയെങ്കിൽ തനിക്കെതിരെ കേസ് നൽകും എന്നടക്കമുള്ള കാര്യങ്ങളും KT ജലീൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പോര് വരും ദിനങ്ങളിൽ കൂടുതൽ കടുക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല, അല്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്നൊക്കെ KT ജലീൽ നേരത്തെ പറഞ്ഞെങ്കിലും അദ്ദേഹം മത്സര സന്നദ്ധനായി മുമ്പിലേക്ക് വരുന്നതിനുള്ള സാഹചര്യം PK ഫിറോസ് ആണെങ്കിൽ മറുവശത്ത് സർക്കാരിനെ നിരന്തരം കടന്നാക്രമിക്കുന്ന, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉറപ്പ് ലീഗ് സീറ്റായി കാണുന്ന ഒരു ആൾ, അങ്ങനെ 2 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അത് മുൻനിർത്തിയാണ് ഇത്തരം ചില ആരോപണങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം മുസ്ലിം ലീഗിലെ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഇത്തരം ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ചില വിലയിരുത്തലുകളുണ്ട്. കാരണം കൃത്യമായി തന്നെ ഇദ്ദേഹം ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപനം, ഇദ്ദേഹത്തിന്റെ വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് തരത്തിലുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി
KT ജലീലിന് ലഭ്യമാവുന്നുണ്ട്. അതെവിടെ എന്ന ഒരു ചോദ്യവും ലീഗിനെ പൊഴിക്കുന്നുണ്ട്. ഒപ്പം ലീഗിൽ നിന്നും കാര്യമായ ഒരു പിന്തുണ ഇതുവരെ, അല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് രംഗത്തിറങ്ങി ഈ PK ഫിറോസിനെ ന്യായീകരിക്കുന്നതിനും മറ്റും കളത്തിലിറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് തീർച്ചയായും ഒരു രാഷ്ട്രീയ മാനം കൂടി, ആഭ്യന്തരവും പുറത്തുള്ളതുമായ അത് തന്നെയാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ മുസ്ലിം ലീഗിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു യുവ നേതാവാണ് PK ഫിറോസ്, യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. പക്ഷേ ഇവിടെ യൂത്ത് ലീഗിൻ്റെ നേതാവിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഫിറോസിന് ഒരു പിന്തുണ നൽകാത്തത്? ഫിറോസ് പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുണ്ടോ? മാത്രമല്ല മുൻമന്ത്രി KT ജലീൽ ഉന്നയിച്ചതുപോലെ കത്മ ഉന്നാവ ഫണ്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടോ? ഇതോടൊപ്പം ജലീലിൻ്റെ ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ സമർപ്പിച്ച കണക്കുകളിലൊക്കെ പൊരുത്തക്കേടുണ്ട്. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഇക്കാര്യങ്ങളിലൊക്കെ ഫിറോസും ലീഗ് നേതൃത്വവും കൃത്യമായ വിശദീകരണം നൽകേണ്ടതാണ്. മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിൻ്റെ അസ്വാഭാവിക മരണത്തിൽ ഖബർ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് 6-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അസീം അടുത്ത ദിവസമാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടിയ അസീമിൻ്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, തിരുവോണ ദിവസമാണ് മദ്യലഹരിയിൽ അസീം വീട്ടിലെത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അന്നൊരു സ്വാഭാവിക മരണമെന്ന് കരുതി മൃതദേഹം സംസ്കരിച്ചു. അതിനുശേഷമാണ് ഈ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടത്. ഇപ്പോൾ മൃതദേഹം ഖബറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ്? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തൽ എന്താണ്? ടോം, തിരുവോണ ദിവസം വൈകുന്നേരമാണ് ഈ മദ്യപിച്ച് ഒരു അവശനായ നിലയിൽ അസീമിനെ വീട്ടിൽ ഒരു ബന്ധു എത്തിക്കുന്നത്. അതിനുശേഷം ഇയാൾ വിശ്രമിക്കുന്നു അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നു എന്നൊക്കെയാണ് വീട്ടുകാർ കരുതിയത്. പലപ്പോഴും മദ്യപിച്ച് വീട്ടിലെത്തുന്ന സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് ഉറക്കം കഴിഞ്ഞ ശേഷം രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനും മറ്റുമൊക്കെ അത്തരത്തിൽ പലപ്പോഴും സ്വയം എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷേ രാവിലെയായിട്ടും എഴുന്നേൽക്കാതെ വന്നതോടുകൂടിയാണ് വീട്ടുകാർ വിളിച്ചപ്പോൾ ഒരു അബോധാവസ്ഥയിൽ ഇയാൾ കിടക്കുന്നത് കാണുന്നത്. എന്നാൽ ജീവനുണ്ടായിരുന്നു, മറ്റ് ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ CT സ്കാനിൽ തലച്ചോറിനുള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഇത് പരിഹരിക്കാനുള്ള അടിയന്തര ശസ്ത്രക്രിയക്കായി ഇയാളെ വിധേയമാക്കാനും തീരുമാനിച്ചു. തലയിലെയും മറ്റും മുടിയൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആരോഗ്യനില വഷളാക്കുകയും ആശുപത്രിയിൽ തന്നെ റെഡ് സോണിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് വളരെ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും അന്ന് ഈ പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കാതെ ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അസീമിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു. എന്തായാലും അന്നൊന്നും ഇത്തരത്തിലൊരു സംശയം ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു മദ്യപിച്ച് ലക്കുകെട്ട ഒരു നിലയിലാണ് ആ വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് വഴിയരികിൽ വീണതാകാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവാം എന്നൊരു വിലയിരുത്തലായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത്. ഈ അസീമിൻ്റെ തന്നെ ഒരു ബന്ധുവാണ്, അടുത്തൊക്കെ താമസിക്കുന്ന ഒരാൾ തന്നെയാണ്, ഒരു യുവാവാണ് അസീമിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അയാൾ കൊണ്ടുവന്നപ്പോഴും പറഞ്ഞിരുന്നു വഴിയിൽ വീണ് കിടന്ന ആളെ താൻ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആദ്യഘട്ടത്തിലൊരു അസ്വാഭാവികത ഒന്നും ഈ മരണത്തിൽ കുടുംബത്തിന് തോന്നിയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് അസീമിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളെ പറ്റിയും ചില പാടുകളെ പറ്റിയും ഒക്കെ കുടുംബത്തിന് ചില സംശയങ്ങൾ തോന്നിയത്. ഒപ്പം പ്രാദേശികമായി തന്നെ ആളുകൾക്കിടയിൽ ചില സംസാര വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതകമാണോ എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും ഈ ഊഹാപോഹങ്ങളും ഒക്കെ വരുന്നു. ഒപ്പം ഈ മദ്യപിച്ച് ശേഷം പുറത്തേക്ക് എത്തിയപ്പോൾ ചിലരുമായി ചില സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരം സംശയങ്ങൾ വളരെ സജീവമായി വന്നതോടുകൂടിയാണ് കുടുംബം ഇക്കാര്യത്തിലൊരു അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ഈ പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ച മൃതദേഹം ഖബറിൽ നിന്നും വീണ്ടും പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പരാതി കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്ന് രാവിലെയാണ് കോപ്പയിൽ ശ്മശാനം ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള ഖബർസ്ഥാനിൽ ഈ മൃതദേഹം ഖബറടക്കിയ ഇടത്ത് പോലീസ് എത്തി
ആ മൃതദേഹം കവറിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ CT സ്കാനിൽ കണ്ട ഈ ആന്തരിക രക്തസ്രാവം എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ശരീരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ മരണത്തിന് പിന്നിൽ എന്നീ കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവും. അതിനുശേഷം ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങാനാണ് പോലീസിൻ്റെ ഒരു തീരുമാനം. നിലവിൽ ഈ സ്വാഭാവിക മരണം എന്ന് തന്നെയാണ് വീട്ടുകാർ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ മർദ്ദനമേറ്റോ അല്ലെങ്കിൽ മറ്റ് സംഘർഷത്തിൽ പരിക്കേറ്റോ ഒക്കെ ആവാം മരണമെന്ന ഒരു സംശയം കുടുംബത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. ഇത്തരമൊരു വ്യക്തത അനിവാര്യമാണ് എന്നാണ് നേരത്തെ കുടുംബവും പറഞ്ഞിരുന്നത്. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിന് എന്താണ് സംഭവിച്ചെന്ന കാര്യം പുറത്തു വരണം, സത്യം പുറത്തു വരണം. കാരണം ഒരു സ്വാഭാവിക മരണമെന്ന് കരുതി ബന്ധുക്കൾ മൃതദേഹം സംസ്കരിച്ചാണ്. അതിനുശേഷമാണ് ഈ രീതിയിലുള്ള സംശയം ഉണ്ടാകുന്നത്. ഈ മദ്യപാനത്തിടെ എന്തെങ്കിലും സുഹൃത്തുക്കളുമായി എന്തെങ്കിലും തർക്കമുണ്ടായോ, അതേ തുടർന്നുള്ള ആക്രമണമാണോ അസീമിൻ്റെ മരണത്തിന് കാരണം? ഇക്കാര്യം പുറത്തു വരേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.